ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. നമസ്കാരം. അങ്ങനെ ജനപ്രിയ നായകനെ കോടതി വെറുതെ വിട്ടു. നീണ്ട 9 വർഷങ്ങൾക്ക് ശേഷം ആ വിധി വന്നു. എന്നാൽ കോടതി വളപ്പിൽ ദിലീപ് പറഞ്ഞ മറുപടിയാണ് ചർച്ചയാവുന്നത്. മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. പണ്ട് മഞ്ജു വാര്യർ പറഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടതാണ്. നടി ആക്രമിച്ച കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നും മഞ്ജു അന്ന് പറഞ്ഞിരുന്നു. അതാണിപ്പോൾ ദിലീപും കോടതി വളപ്പിൽ പറഞ്ഞത്. മഞ്ജു പറഞ്ഞിടത്ത് നിന്ന് തുടങ്ങി എനിക്കുള്ള ഗൂഢാലോചന. തന്റെ പ്രതിച്ഛായയും കരിയറും നശിപ്പിക്കാൻ വേണ്ടിയാണ് തനിക്കെതിരെ ഗൂഢാലോചന നടന്നത് ദിലീപ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ദിലീപിന് കാവ്യമാധവനുമായുമുള്ള അവിഹിത ബന്ധം ആദ്യം അറിഞ്ഞത് അതിജീവിതയാണ്. അത് പിന്നീട് ഭാര്യ മഞ്ജുവിനെ അറിയിച്ചു. അതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചതും. അങ്ങനെ ആ പക അക്രമത്തിലേക്ക് വഴിവെച്ചു എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആദ്യ വാദം. ഈ വാദം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കാവ്യ ദിലീപ് ബന്ധം ആഴത്തിൽ പരിശോധിച്ചു. ഏറ്റവും ചർച്ചയായത് മഞ്ജു വാര്യരുടെ മൊഴിയാണ്. ദിലീപുമായുമുള്ള വിവാഹബന്ധം പിരിയാനുള്ള കാരണം മഞ്ജു പരസ്യമായി പറഞ്ഞിരുന്നില്ല. എന്നാൽ അതിജീവിതയുടെ കേസ് വന്നതോടെ വിഷയത്തെക്കുറിച്ച് കോടതിയിൽ മഞ്ജു വാര്യർ തുറന്നു സംസാരിച്ചു. ദിലീപുമായുമുള്ള കാവ്യയുടെ ബന്ധം കണ്ടുപിടിച്ചതിനെക്കുറിച്ചും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചുമെല്ലാം മഞ്ജു സംസാരിച്ചു. കേസിൽ നിലവിൽ ഈ വാദമൊന്നും ദിലീപിനെതിരെയുള്ള തെളിവായില്ല. എന്തായാലും ഇനി യുദ്ധം ദിലീപും മഞ്ജും തമ്മിലാവും. ശരിക്കും ആരാണ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാവുക? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.